ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക യു എയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വാങ്ങിയ താഡ് സിസ്റ്റം ഇപ്പോൾ ഇരു രാജ്യങ്ങളും തിരിച്ച് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലവിലെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം പുതിയൊരു തലങ്ങളും പുതിയൊരു രീതികളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഇറാനോട് തങ്ങൾക്ക് വൈരാഗ്യമോ വിദ്വേഷമോ ഇല്ല എന്നും സഹകരിക്കുന്ന മേഖലയിലെല്ലാം സഹകരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് അറേബ്യൻ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അഥവാ വരാൻ പോകുന്ന ഭാവിയിൽ ഇറാനും അറേബ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അമേരിക്കയെ ഘട്ടം ഘട്ടം ഒഴിവാക്കിയിട്ട് അവിടേക്ക് ഈ റഷ്യക്കും ചൈനക്കും വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ടാകുന്ന തരത്തിൽ സംവിധാനം ഒരുക്കാൻ വേണ്ടിയും രഹസ്യമായിരിക്കുന്ന ചില നീക്കുപോക്കുകൾ നടക്കുന്നു എന്ന തരത്തിലെ റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ പൊടുന്നനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: പാട്രിയറ്റ് താഡ് സിസ്റ്റങ്ങൾ സൗദി അറേബ്യയിലും യു എയിലും ഉണ്ടായിരുന്നു. അത് അമേരിക്ക സ്ഥാപിച്ചതാണ്. അത് രണ്ട് തരത്തിൽ അഭിപ്രായം പറയുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അതായത് അമേരിക്കയുടെ സൈനികരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ സൈനിക ബേസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്ഥാപിച്ചതാണ് എന്ന് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിനകത്ത് കാണുന്നത് ഈ ഹൂത്തികളുടെ ഭീഷണി അല്ലെങ്കിൽ അവരുടെ ആക്രമണം ചെറുക്കാൻ വേണ്ടി വില കൊടുത്ത് വാങ്ങിയതാണ് യു എയും അതേപോലെ തന്നെ സൗദി അറേബ്യയും. യു എ സൗദി അറേബ്യയും ഈ ഹൂത്തികളുമായിട്ട് 15 വർഷത്തോളം ഏകദേശം യുദ്ധം ചെയ്ത രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടെ പ്രതിരോധം അതിശക്തമായിരുന്നു. അവരുടെ മിസൈൽ ആക്രമണം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്രിയറ്റ് താഡ് സിസ്റ്റങ്ങളൊക്കെ വാങ്ങിയിട്ട് തങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്ത മേഖലയൊക്കെ സ്ഥാപിച്ചത്. യു എയിൽ അബുദാബി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ താഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഏപ്രിൽ 2025 ഏപ്രിൽ 6 ഈ താഡ് സിസ്റ്റങ്ങൾ അപ്പാടെ അവരുടെ ഭാഗത്തുള്ളത് എന്ത് ചെയ്യുന്നത്, അമേരിക്ക വാങ്ങുന്നത്. താൽക്കാലികമായ രീതിയിൽ എന്നൊക്കെ അന്നത്തെ റിപ്പോർട്ടിൽ, പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ച് വിവരമില്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. 2025 ജൂൺ മാസം 13 ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു. ഏപ്രിൽ മാസം, അതായത് അതിൻ്റെ 2 മാസം മുമ്പ് 2025 ഏപ്രിൽ മാസം 6 ഈ പറയപ്പെട്ട പാട്രിയറ്റ് സിസ്റ്റങ്ങളടക്കം, പാട്രിയറ്റ് ഈ താഡ് സിസ്റ്റം അമേരിക്ക അവിടെ നിന്ന് അയച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആവുന്ന സമയത്ത് വരാൻ പോകുന്ന 2 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം വലിയൊരു യുദ്ധം ഇസ്രായേൽ ഇറാനെതിരെ നടത്തും എന്ന് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു എന്നതാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം കൃത്യതയോടുകൂടി ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിനെ കൊണ്ട് ഈ യുദ്ധം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാവും എന്ന് ഒരിക്കൽ പോലും ലോക രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്താത്തതും രാജ്യഭരണാധികാരികൾ അത്തരം കാര്യത്തെക്കുറിച്ച് ആലോചിക്കാത്തതുമാണ്. 2025 ഈ സംഭവം നടക്കുന്നത്. അപ്പം അവിടെ നിന്ന് ഈ സിസ്റ്റങ്ങൾ അയച്ചു കൊണ്ടുപോകുന്നു. പിന്നീട് 2025 ആക്രമണം ഉണ്ടാകുന്നു. അതായത് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നു. പിന്നീട് ഇറാൻ തിരിച്ചടിക്കുക എങ്ങോട്ടാ, ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കുന്നു. അങ്ങനെ അവർ തമ്മിലാണ് സ്ട്രൈറ്റ് വേ ആയിരിക്കുന്ന ആ യുദ്ധം നടന്നത്. ഏറ്റവും ഒടുവിലാണ് അമേരിക്ക പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഇറാൻ്റെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നത്. അത് ഇസ്രായേലിന് അത് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴും അതോടൊപ്പം തന്നെ ഇതിന് എന്തെങ്കിലും രീതിയിലുള്ളൊരു നാശനഷ്ടങ്ങൾ ഇറാൻ്റെ മേഖലയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് ഇസ്രായേലിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയതിനാലും ഒരു വിജയം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു അമേരിക്കക്ക്. അതിന് ആ പ്രവൃത്തി ചെയ്തു എന്നുള്ളത്. ആ പ്രവൃത്തി വിജയിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. 2026 സൗദി അമേരിക്കയിൽ നിന്ന് 730 PAC-3 എന്ന് പറയുന്ന പാട്രിയറ്റ് ഇൻ്റർസെപ്റ്റർ വാങ്ങിയിട്ടുണ്ട്. ഏകദേശം $9 മില്യൺ അതിൻ്റെ വില കണക്കാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള മേഖലയിൽ അത് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. യു എ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന കണക്ക് അവർക്ക് വന്നിട്ടില്ല. അതിൻ്റെ കാര്യം 2025 യുദ്ധത്തിന് ശേഷം 2026 വീണ്ടും ഒരു യുദ്ധസാധ്യത ഉണ്ട് എന്നുള്ളത് മേഖലയിൽ മണത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ചുരുക്കം.
ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നല്ലൊരു സൗഹൃദ ബന്ധത്തിലല്ല അറേബ്യൻ രാജ്യങ്ങളും അമേരിക്ക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് UAE എന്ന് പറയുന്നത്. ആ UAEയുമായിട്ട് ബന്ധപ്പെട്ടത് 2025 ആക്രമണം നടന്നു. 2025 ശേഷം പിന്നീട് വലിയ രീതിയിലൊരു മുറിപ്പാട് അവിടെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചു. ആ ആക്രമിച്ചതോട് കൂടിയിട്ട് തങ്ങളും സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടാവുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് ഇസ്രായേൽ ഉണ്ടെങ്കിൽ അത് അമേരിക്ക ഉണ്ടാവും, അമേരിക്ക ഉണ്ടെങ്കിൽ ഇസ്രായേൽ ഉണ്ട്, ഇതാണ് ആ ബന്ധം. അങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ള ലോക രാജ്യങ്ങൾ തങ്ങളിൽ നിന്ന് അകന്നു പോകും. മാനസികമായിരിക്കുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടല്ല, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും അങ്ങനെ തന്നെ അപ്പടി തന്നെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾ എന്നതിനാൽ അവർക്ക് അതിൻ്റെതായിരിക്കും പ്രയാസമുണ്ട്, കുറച്ച് അകൽച്ച ആവശ്യമാണ് എന്നുള്ളത്. 2026 ഇപ്പം നമ്മൾ നടക്കുന്ന ഇറാൻ യുദ്ധം വന്നതോട് കൂടിയിട്ട് ചില തിരിച്ചറിവുകൾ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ടായിരിക്കുന്നു. കാര്യം എന്ന് പറയുന്നത് വികസന സംബന്ധമായിരിക്കുന്ന രംഗത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ലോകോത്തര നിലവാരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് സാധിക്കുന്നു. പക്ഷേ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി വരുന്ന സമയത്തും നിർമ്മിക്കപ്പെട്ട മേഖലയ്ക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിലും അത് 100% വിജയമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പം നിർമ്മിച്ചത് കൊണ്ട് കാര്യമല്ല, നിർമ്മിക്കപ്പെടുന്നതിന് സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അവിടെ എവിടെയോ പാളിച്ചകൾ വരുന്നു. എന്താ ഇവിടുത്തെ അടിസ്ഥാനമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ 100% അമേരിക്കയെ വിശ്വസിച്ചു. എന്നാൽ അമേരിക്ക ഇസ്രായേലിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും ഒരിക്കലും എതിർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കില്ല. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% ഇസ്രായേൽ വിരുദ്ധരാണ്. പക്ഷേ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു മുറിവേൽക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടിയെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ ആക്രമിച്ച് പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇറാനെ പോലെ ഒരിക്കലും അറേബ്യൻ രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ വിജയിക്കാത്തൊരു യുദ്ധമുനമ്പിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും രാജ്യം ഒരു യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കാനും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത്തരം പ്രവൃത്തികൾ ചെയ്യാത്തതെന്ന് ചുരുക്കം. 1966 ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയ്ക്ക് പോലും അതിൽ പങ്കാളിത്തമുണ്ട്. ഇസ്രായേലിനെതിരെ നയകാര്യങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിലും സായുധ സഹായങ്ങൾ ചെയ്തതിലൊക്കെ അവർക്ക് പങ്കുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ പുറത്തുനിന്ന് പിന്തുണ നൽകിയത് സൗദി അറേബ്യയാണ്. അപ്പോൾ അവർ ആ പ്രവൃത്തി ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ മാറി വന്നിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം പോലും നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയത്തിലാണ്. കാര്യം എന്ന് പറയാൻ നിരന്തരം ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കാനുള്ള സംവിധാനം ആദ്യഘട്ടത്തിലൊന്നും ഇല്ലാതാകുന്നു. അത് വലിയ പ്രശ്നമാണ്. അവിടെയാണ് തങ്ങളുടെ മുൻപ് ഇവിടുന്ന് അയച്ചു കൊണ്ടുപോയ പാട്രിയറ്റിനും താടും ഒക്കെ എന്ത് ചെയ്യണമെന്ന് പറയാം, അതിനൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. അത് തിരിച്ച് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. കാര്യം സൗദി അറേബ്യ പോലെയുള്ള അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ഇസ്രായേൽ സംരക്ഷിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന ബാധ്യതയായിട്ട് അമേരിക്ക ഏറ്റെടുക്കുകയും ഇവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അയച്ചെടുത്തുകൊണ്ട് അത് ഇറാനിൽ നിന്ന് ഏതെങ്കിലും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് അത് നൽകുകയും ചെയ്തു. അത് പണത്തിന് വേണ്ടിയാണോ എന്ന് നൽകിയത് എന്നതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങളും എല്ലാം സംസാരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഥവാ ഫ്രീ ആയിട്ട് നൽകിയതാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഒരുപക്ഷെ ഈ അറേബ്യൻ രാജ്യങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ആ പണം തിരിച്ചു നൽകിയിട്ടില്ല. അതുപോലെ തന്നെ ഈ പ്രതിരോധ സംവിധാനം തിരിച്ചു നൽകിയിട്ടില്ല. പകരം ഇസ്രായേൽ അത് സൗജന്യമായിട്ട് നൽകി. അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാലും ഇസ്രായേലിന് പ്രശ്നം ഉണ്ടാവരുത് എന്ന് അമേരിക്ക കണക്ക് കൂട്ടുന്നു. ഒരു വർഗീയപരമായിരിക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതിനിടയിൽ തന്നെയാണ് ഖത്തറിന് നേരെ ആക്രമണം ഉണ്ടായത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഭാവിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് തന്നെ നിൽക്കുന്നു. ഇസ്രായേലുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധത്തിനും അകൽച്ച ഉണ്ടാകണം എന്ന് ഈ സൗദി അറേബ്യ ആവർത്തിച്ചു. പ്രത്യേകിച്ച് അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് രീതിയിലുള്ള മാറ്റത്തിരുത്തുകൾ വിധേയമാക്കിയാൽ പോലും അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്നുള്ളിടത്തേക്കാണ് സൗദി അറേബ്യയുടെ സ്റ്റാൻഡ്. ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ അതിനോടാണ് സഹകരിക്കുന്നതും. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഇവിടെ, അതായത് മിഡിൽ ഈസ്റ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ സൈനിക ശക്തി അതുല്യമായിരിക്കുന്ന ശക്തിയായിട്ട് നിലനിൽക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു ശക്തി വളർന്നു വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതിനിടയിൽ തന്നെ ഈ F-35 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം 38 എണ്ണത്തിന് കരാറുണ്ടാക്കി സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ പണത്തിൻ്റെ സാമ്പത്തിക ഇടപാട് പോലും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയപ്പെട്ട F-35 യുദ്ധവിമാനം 35 എണ്ണമാണ് ഇസ്രായേലിൻ്റെ കയ്യിലുള്ളത്. സൗദി അറേബ്യയുടെ കയ്യിൽ 38 എണ്ണം എത്തുന്ന സമയത്ത് ഈ മേഖലയിൽ ഏറ്റവും വലിയ 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ രാജ്യമായിട്ട് സൗദി അറേബ്യ മാറും. അതോടുകൂടി പ്രശ്നങ്ങളായി, വിഷയങ്ങളായി. പിന്നീട് അത് ഇസ്രായേൽ അമേരിക്കയുമായിട്ട് വലിയ ഇടപെടൽ നടത്തി ഒടുവിൽ ആ കരാറിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്
അമേരിക്ക നിർബന്ധിതരായി. എന്ന് വെച്ചാൽ F-35 യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട് എത്രത്തോളം സാങ്കേതിക സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അത് ചില സാങ്കേതിക സംവിധാനങ്ങൾ അയച്ചു മാറ്റണം, കാഠിന്യം കുറക്കണം. അങ്ങനെ ആ സംബന്ധിച്ച് ഇതോട്ട് കാര്യമില്ല, ആ രീതിയിലേക്ക് വരും. അങ്ങനെ അത് കുറക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായി എന്നുള്ളതാണ്. പിന്നീട് അത് വാങ്ങിയോ ഇല്ലേ എന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടൊന്നും പിന്നെ പുറത്ത് വന്നിട്ടില്ല. ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സർവാധിപത്യം ഉണ്ടാകുന്ന പ്രവൃത്തി മാത്രമാണ് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ചെയ്യുക. എത്രത്തോളം അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിച്ചാലും അവരുടെ ഭാഗത്ത് തിരിച്ചടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് ഈ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുക എന്നല്ലാതെ അതൊരിക്കലും യാഥാർത്ഥ്യമാവാൻ പോകുന്നില്ല. നിങ്ങൾ അവരെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പല ഘട്ടങ്ങളിൽ ഇറാൻ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാട്രിയറ്റ് താടടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തിരിച്ച് ചോദിച്ചത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.